ഇത്രയും ദിവസം കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടി തന്നെയാണ്. രാഹുലിനെ ആ ഒളിത്താവളത്തിലിട്ട് വളഞ്ഞു പിടിക്കാനായി പോലീസ് എല്ലാ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു. കയ്യിൽ മീനിനെ പോലെ വഴുതി പോകുന്ന രാഹുലിന് ഇനി രക്ഷയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഹുലിനെ സംബന്ധിച്ചും ഈ നിമിഷം വരെയും രാഹുലിനുണ്ടായിരുന്ന ചിന്ത ജാമ്യം ലഭിക്കുമെന്നും വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്നുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതി തന്നെ ശക്തമായി രാഹുലിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള സകല അനുവാദവും നൽകിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഒളിവ് ജീവിതം കൊണ്ട് എന്തു പ്രയോജനം? കീഴടങ്ങലോ അതല്ലെങ്കിൽ അറസ്റ്റോ? ഇനിയും ഒളിവ് ജീവിതം ഒരിക്കലും രാഹുലിനെ തുണയ്ക്കില്ല. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യമില്ല എന്ന വിധി കൂടി പുറത്തു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പാർട്ടി പോലും കൈവിട്ടിരിക്കുന്നു. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി പ്രമുഖ നേതാക്കൾ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നു. എപ്പോഴാണോ വിധി പുറത്തു വന്നിരിക്കുന്നത്, ജാമ്യമില്ല എന്ന വാർത്ത വന്നത് ആ നിമിഷം തന്നെ മാധ്യമപ്രവർത്തകരുടെ ഗ്രൂപ്പിലേക്ക് KPCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സണ്ണി ജോസഫ് ആ സന്ദേശം കൂടി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. രാഹുലിനെ പാർട്ടി ഇനി പിന്തുണയ്ക്കില്ല, പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. എന്നാൽ MLA സ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. അത് വ്യക്തിപരമായി രാഹുൽ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ സാമാന്യ മര്യാദ നോക്കുകയാണെങ്കിൽ രാഹുൽ ഉറപ്പായും രാജിവെക്കേണ്ടതാണ്. അതിനെ പിന്താങ്ങുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുന്നു. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി S. നസീറയാണ് കേസ് പരിഗണിച്ചത്. രാഹുലിനെതിരെ പ്രോസിക്യൂഷൻ പുതുതായി സമർപ്പിച്ച തെളിവുകളും കോടതി ഇന്ന് വ്യക്തമായി തന്നെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തന്നെയാണ് ജാമ്യം കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. പോലീസിനെ വട്ടം കറക്കുന്നതും അന്വേഷണത്തിൽ തിരിമറി നടത്താൻ ശ്രമിക്കുന്നതും ഈ കേസ് അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെ മറ്റ് അതിജീവിതമാർ രംഗത്ത് വരുന്നതും രാഹുൽ സ്ഥിരം ഇങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്, രാഹുലിന് ഇത്തരത്തിലുള്ളൊരു വൈകൃതമുണ്ട്, നിരവധി ആളുകളെ കബളിപ്പിച്ചിട്ടുണ്ട്, പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന പരാതി അടക്കം പുറത്തു വന്ന സാഹചര്യത്തിലാണ് ജാമ്യം കൊടുക്കാൻ കഴിയില്ല, നോട്ട് ടു അറസ്റ്റ് പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും രാഹുലിന്റെ ഒളിത്താവളം പോലീസിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബംഗളൂരുവിൽ എത്തിച്ച മലയാളി ഡ്രൈവറായ ഒരു വ്യക്തിയെ പോലീസ് പിടികൂടിയിരുന്നു. മലയാളിയായ ഇയാൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കർണാടകയിൽ താമസിക്കുകയാണ്. അവിടെ ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള റിയൽ എസ്റ്റേറ്റുകാരൻ്റെ ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് കാര്യങ്ങൾ പോലീസ് മനസ്സിലാക്കി കഴിഞ്ഞു. രാഹുലിനെ എവിടെയാണ് അവസാനമായി കൊണ്ടുവിട്ടത്, എന്തൊക്കെയായിരുന്നു രാഹുൽ എത്തിയ സമയത്ത് ചെയ്തു കൊടുത്തത്, അങ്ങനെയുള്ള നിരവധി വിവരം ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇന്നലെ ഇയാൾ കസ്റ്റഡിയിലായതിന് തൊട്ടു പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം രാഹുലിൻ്റെ രഹസ്യ കേന്ദ്രത്തിലേക്ക് എത്തിയത്. പക്ഷേ അന്വേഷണ സംഘം എത്തുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് രാഹുൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുലിനെ അവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇയാൾക്ക് രാഹുലുമായി ബന്ധമില്ല എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കാരണം ഇയാളെ സംബന്ധിച്ച് ഒരാളെ അവിടെ വരെ എത്തിക്കുക എന്നതല്ലാതെ മറ്റു ദൗത്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഡ്രൈവർ പോലീസിന് ഇക്കാര്യത്തിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഇയാളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പലയിടത്തുമായി തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. രാഹുലിനെ ഈ നിമിഷം വരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ് പറയുമ്പോഴും പോലീസിന്റെ നിരീക്ഷണ റഡാറിൽ തന്നെയാണ് രാഹുൽ ഉള്ളത്. ഇന്നലെ 4 സ്ഥലങ്ങളിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. ഓരോ വാഹനങ്ങൾ മാറി മാറി ഉപയോഗിച്ചുകൊണ്ടാണ് രാഹുൽ പോലീസിനെ കബളിപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെ പ്രാദേശികമായി ആ മേഖലയിലുള്ള ജനങ്ങളുടെ സഹായം, ചില ആളുകളുടെ സഹായം രാഹുലിന് കിട്ടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും രാഹുലിനെ പിടികൂടും. ഒന്നുകിൽ കീഴടങ്ങുക, അതല്ലെങ്കിൽ അറസ്റ്റ് വരിക്കുക, അതല്ലാതെ മറ്റൊന്നും രാഹുലിന് മുന്നിൽ ഇനിയില്ല. മേൽക്കോടതിയിലേക്ക് രാഹുൽ ജാമ്യ ഹർജിയുമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നിരുന്നാൽ പോലും അറസ്റ്റ് അനിവാര്യം തന്നെയാണ്. ജാമ്യം കോടതി നിഷേധിച്ചതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് വ്യക്തമാക്കിയത്. രാഹുലിനെതിരെ പുതുതായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബലാത്സംഗ കേസിന്റെ FIR-ഉം പ്രോസിക്യൂഷൻ കോടതിയിൽ നിന്ന് ഹാജരാക്കിയത് തന്നെയാണ് ഇടുത്തിയായി മാറിയതും വലിയ പ്രതിരോധം തീർത്തതും. രാഹുൽ സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളാണെന്നും ജാമ്യം നൽകി കഴിഞ്ഞാൽ അത് കേസിന്റെ തുടർ നടപടികളെ സാരമായി തന്നെ ബാധിക്കുമെന്ന കാര്യം പ്രോസിക്യൂഷൻ വളരെ വ്യക്തമായി തന്നെ വാദിച്ചു. ബലാത്സംഗവും ഗർഭചിത്രവും നടന്നുവെന്ന് സ്ഥാപിക്കുന്നതിന് ഡോക്ടറുടെ മൊഴി സഹിതമുള്ള രേഖ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. നിസ്സഹായായ സ്ത്രീ കുടുംബ പ്രശ്നം പറയാൻ സമീപിച്ചപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി നഗ്നദൃശ്യം പകർത്തിയ ശേഷം ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുകയും ചെയ്തു എന്നുള്ള ആരോപണമാണ് നിലവിൽ രാഹുലിനെതിരെ ഗുരുതരമായി തന്നെ പറയുന്നത്. ഗുരുതരമായ കുറ്റകൃത്യം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്ന പോലീസ് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതിന് തെളിവുണ്ടെന്നും പോലീസ് തന്നെ പറയുന്നു. ഇത് സംബന്ധിച്ച രേഖകളാണ് ഇന്ന് കോടതിയിലെത്തിയത്. യുവതിയുടെ കേസിൽ ഉഭയസമ്മത പ്രകാരമായിരുന്നു ശാരീരിക ബന്ധമെന്ന രാഹുലിന്റെ വാദത്തെ കൃത്യമായി ഖണ്ഡിക്കാൻ വിവാഹ വാഗ്ദാനം നൽകി 23-കാരിയെ പീഡിപ്പിച്ചു എന്ന കേസിലെ FIR കൂടി പ്രോസിക്യൂഷൻ ഒരു മേൽക്കൈയായി മാറിയിട്ടുണ്ട്. കാരണം പ്രതി ഇതേ മോഡസ് ഓപ്പറാൻഡി തന്നെയാണ് എല്ലാ സ്ത്രീകളോടും യുവതികളോടും ഒക്കെ തന്നെ കാട്ടിയിട്ടുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി തന്നെയാണ് എല്ലാവരെയും പീഡിപ്പിച്ചിട്ടുള്ളത്, തൻ്റെ ആവശ്യം നടത്തിയെടുത്തിട്ടുള്ളത്. പരാതിക്കാരിയായ യുവതിയുടെ വീട്ടിലെത്തി രാഹുൽ ആത്മഹത്യാ ഭീഷണി അടക്കം മുഴക്കി. അങ്ങനെയാണ്
ഈ ഗർഭചിത്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കടുക്കയിലേക്ക് യുവതിയെ നയിച്ചതെന്നാണ് പറഞ്ഞത്. പ്രോസിക്യൂഷൻ കോടതിയെ കൃത്യമായി തന്നെ അത് അറിയിച്ചിട്ടുണ്ട്. ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയായിരുന്നു ആ ഭീഷണി നടത്തിയതെന്നും ഫ്ളാറ്റിൽ നിന്ന് ചാടുമെന്ന് പറഞ്ഞായിരുന്നു രാഹുൽ യുവതിയെ പീഡിപ്പിച്ചതെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ രണ്ടാമത്തെ കേസ് അത് തികച്ചും കെട്ടിച്ചമച്ച ഒരു കേസാണെന്നാണ് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ആരോ മെയിലിൽ അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ തട്ടിക്കൂട്ടിയെടുത്ത ഒരു കേസ് അതുതന്നെയായിരുന്നു ഇപ്പോൾ പൊങ്ങി വന്നിരിക്കുന്നതെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. യുവതിയുമായി ഉഭയസമ്മത പ്രകാരമുള്ള ശാരീരിക ബന്ധമുണ്ടായെന്നും യുവതിയുടെ ഇഷ്ടപ്രകാരമാണ് ഗർഭചിത്രം നടത്തിയെന്നുമുള്ള നിലപാടിൽ നിന്നും അണുവിട മാറാതെ നിലകൊണ്ടത് തന്നെയാണ് തിരിച്ചടിയായി മാറിയത്. ഫോൺ വിളികളും ചാറ്റുകളും റെക്കോർഡ് ചെയ്ത സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചതുമൊക്കെ തന്നെ ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണെന്നും പരാതി നൽകാൻ യുവതിക്ക് തൊഴിൽ സ്ഥാപനത്തിൽ നിന്നും ഒരു സമ്മർദ്ദമുണ്ടായതെന്നും ഇതിന് പിന്നിൽ രാഷ്ട്രീയ ബന്ധമുണ്ട്, CPM BJP ഗൂഢാലോചന അന്തർധാര അത് സജീവമാണെന്നും പരാതിക്ക് പിന്നിലായി പ്രതിഭാഗം വാദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കോടതി ഇതിനെയൊക്കെ തന്നെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. രാഹുലിനെ പിടികൂടുക എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു കോടതിയും. 8ാം ദിവസവും ഒളിവിൽ കഴിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഏറ്റവും ഒടുവിൽ രാഹുലിന്റെ ലൊക്കേഷൻ സുള്ളിയിലായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരു 10-30 കിലോമീറ്റർ പരിധിയിൽ തന്നെ രാഹുൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ പോലീസിനുണ്ടായിരുന്നു. ഇതോടെ കർണാടക കേരള അതിർത്തിയിൽ തിരച്ചിൽ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. MLA ഒളിവിൽ കഴിയാൻ തുടങ്ങി 8 ദിവസം പിന്നിടുന്ന ഒരാഴ്ച പിന്നിടുന്ന സാഹചര്യത്തിലാണ് പോലീസ് നിതാന്ത ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നത്. പോലീസിനെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയായി ഉണ്ടായിരുന്നത് പോലീസിൽ നിന്ന് തന്നെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വിവരം ചോരുന്നു എന്നുള്ളതാണ്. പോലീസിൽ നിന്നും വിവരം ചോരുന്നതായി അന്വേഷണ സംഘം തന്നെ സംശയിക്കുന്നു. SIT നീക്കങ്ങൾ അതുകൊണ്ട് ഇന്നു മുതൽ രഹസ്യമായിരിക്കണം, അതീവ രഹസ്യമായിരിക്കണമെന്ന ഉന്നതതലത്തിൽ നിന്നും നിർദ്ദേശവും കിട്ടിയിട്ടുണ്ട്. കാരണം എപ്പോഴാണോ പോലീസ് സംഘം എത്തുന്നത് അതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപേ രാഹുൽ രക്ഷപ്പെടുകയാണ്. വാഹനങ്ങളും ഒളിത്താവളങ്ങളും ഒക്കെ മാറ്റി മാറ്റി രാഹുൽ ഉപയോഗിക്കുന്നു. ചില വ്യക്തികളുടെ സഹായം രാഹുൽ മാങ്കൂട്ടത്തിന് പലയിടത്തു നിന്നായി ലഭിക്കുന്നുണ്ടെന്നുള്ള നിഗമനവുമുണ്ട്. ഇനി പിടികൂടിയ ഡ്രൈവർക്കാകട്ടെ രാഹുലുമായി ബന്ധമില്ല എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ രാഹുലിനെ പിടികൂടി എന്ന രീതിയിൽ അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ രാഹുലിനെ പിടികൂടുന്നതിൽ നിന്നും കഷ്ടിച്ച് തന്നെയാണ് രക്ഷപ്പെട്ടു പോയത്. കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ല എന്നാണ് പോലീസ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള രണ്ടാമത്തെ ബലാത്സംഗ കേസ് അതുതന്നെയാണ് ശരിക്കും ഇന്ന് തലവേദനയായി മാറിയിട്ടുള്ളത്. 2023 രാഹുൽ ആ യുവതിയുമായി ബന്ധം സ്ഥാപിച്ചതെന്നും അതിക്രൂരമായ പീഡനം നടത്തിയെന്നുമാണ് FIR-ൽ പറയുന്നത്. യുവതിയുടെ ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു. ഇരയുടെ ടെലഗ്രാം നമ്പർ അതിവിദഗ്ധമായി വാങ്ങിയ ശേഷം വ്യാജ വാഗ്ദാനങ്ങൾ, വിവാഹ വാഗ്ദാനം അടക്കം നൽകിയാണ് പരാതിക്കാരിയെ പീഡിപ്പിച്ചത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ FIR-ൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി ഒരു തരത്തിലും രാഹുലിന് രക്ഷപ്പെടാനാകില്ല എന്ന് സാരം.